ഗുഡ് മോർണിംഗ്. നമ്മളെ ഡ്രസ്സൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് രാവിലത്തെ വ്യൂ. ഗുഡ് മോർണിംഗ് ഗായ്സ്. പൊന്നു, ഷാനു, വേഗം ഇറങ്ങി മുത്തേ. പൊന്നൂസ് ഉണ്ട്, ഇതാ ഇവിടെ പുറത്തുണ്ട്. പൊന്നു, ഗുഡ് മോർണിംഗ്. പൊന്നു ബോട്ടിങ്ങിന് പോണോ? ആ പൊന്നു വേണിക്ക്. ഹായ് പൊന്നു, ഒന്ന് തിരിഞ്ഞോക്കിയോ ആവാച്ചി, ഒന്ന് തിരിഞ്ഞോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പോവുകയാണ്. അതായത് അവർ ഓൾറെഡി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് നമ്മൾ ഏൽപ്പിച്ച ബോട്ടിങ്ങിൻ്റെ ആൾക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് പൊന്നൊക്കെ ശരിക്കും ഉറക്കത്തിൽ തന്നെയാണ് പറയാം. ഒരു 6:45 ആകുമ്പോഴത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ഇതാ കുടയൊക്കെ പിടിച്ച് കാലം കുട തന്നെ. പൊന്നു നല്ല ടയറാ രാവിലെ തന്നെ ഒന്ന് കഴിക്കായിട്ട്. Someone have drone, cannot play drone. When around the area national park, everyone. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. അതായത് 8 o'clock സ്റ്റാർട്ട് ആയി 5 o'clock റിട്ടേൺ എത്തും. I am positive thinking for working. Everyone also open mind, open heart, don't thinking a lot. ഇതാണ് നമ്മുടെ ബോട്ടിലെ ക്യാപ്റ്റൻ ജാക്കി. അപ്പം നമ്മളോട് പറയായിരുന്നു എല്ലാവരോടും കൂടി, അതായത് ഈ കുറച്ച് ഹവേഴ്സ് നിങ്ങളെല്ലാം മറന്നിട്ട് ഒന്നും തിങ്ക് ചെയ്യാണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക. അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർ ചെയ്തിരുന്നതാണ്. സത്യത്തിൽ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. അവരുടെ ആ ഒരു ക്രൂ നമ്മളെ ശരിക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിരുന്നു. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ എവിടേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ ഫിഫി ഐലൻഡ് എന്നും പറയുന്നുണ്ട്, അവർ പി ഐലൻഡ് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താ എനിക്കറിയില്ല. പിന്നെ മായ ബേ, പിന്നെ വൈക്കിംഗ് കേവ്, പിന്നെ മങ്കി ബീച്ച്, കോക്കായ് നോക്ക്, അങ്ങനെ പിന്നെ 5 മണിക്ക് റിട്ടേൺ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇങ്ങനെ 1 hour 1.5 hours കഴിയുമ്പോൾ എത്തിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 45 minutes 1 hour ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സ്നോക്ലിങ്ങും അവർ 2 ടൈം കൂടി ചെയ്യുന്നുണ്ട്. അതായത് 2 സ്ഥലത്തു നിന്ന് ഫിഫി ഐലൻഡിൽ നിന്ന് നമുക്ക് സ്നോക്ലിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലഞ്ചും അവരുടെ കൂടെ അവർ ഇൻക്ലൂഡാണ്, നമ്മൾ കൊടുത്ത പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ അവർ ഒരു പാക്കേജ് എടുത്തതായിരുന്നു, അതായത് മോർണിംഗ് ടു ഈവനിങ്. ഹായ് ഷാനു, ബൈ 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 ഫ്രം പി ഐലൻഡ്. പൊന്നു തന്നൂക്ക ബൈ ഫ്രം പി ഐലൻഡ്. ഛർദിക്ക് സൈഡായി. ടു ബി ഓണസ്റ്റ് ഞാൻ നന്നായിട്ട് വോമിറ്റ് ചെയ്തിട്ട് സൈഡായിരുന്നു. കാരണം ഈ ഒരു സീ സിക്നെസ് എന്ന് പറയില്ല, അതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മളിങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ കുഴപ്പമില്ല, ഈ സ്നോക്ലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിർത്തുമ്പോഴുള്ള ആ ഒരു ഷേക്കില്ല, അത് ശരിക്കും ഞാൻ എന്താ പറയുക, ഞാൻ നന്നായിട്ട് വോമിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവർ അതിന് നമുക്ക് ടാബ്ലറ്റും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭംഗി കാണുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം സഹിച്ചിരിക്കുകയും ചെയ്യും. കാരണം പിന്നെ നമുക്ക് ഈ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഈ വാട്ടറിൻ്റെ കളറൊക്കെ നിങ്ങൾ കാണുന്നില്ല, എന്ത് രസമായിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര വന്നിട്ടില്ല, നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഇതാ എസ്പെഷ്യലി ഈ ഒരു സ്നോക്ലിംഗ് ടൈമാണ് ഞാൻ ശരിക്കും സൈഡായത്. പക്ഷെ പൊന്നൊക്കെ നന്നായി. ഇതാ എന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, ഇത് ഷാനു എടുത്ത വീഡിയോ ആണ്. ഞാൻ മാത്രമല്ല, കുറച്ച് പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നമ്മൾ ഇന്ത്യൻസ് തന്നെ സൈഡായത്. പിന്നെ ബാക്കി എല്ലാവരും, എസ്പെഷ്യലി പൊന്നുവാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അവൾ സ്നോക്ലിങ് 2 ടൈമും ചെയ്തിരുന്നു. ഒന്ന് പി ഐലൻഡ് ഒന്നും ചെയ്തിരുന്നു, പിന്നെ വേറൊരു സ്ഥലത്തും കൂടി നിർത്തിയിരുന്നു, മായാബിയുടെ കുറച്ച് മുമ്പ്. അപ്പോൾ അവിടെ നിന്നും അവൾ ചെയ്തിരുന്നു. You can see fish.
Leg walking, leg walking. Okay. ഷാനുവിന് താല്പര്യം ജെറ്റ് സ്കി ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പേ ചെയ്യായിരുന്നു. എത്ര ടൈമാ? Azan. ഷാനു ഷാനു ജെറ്റ് സ്കി പോയ ടൈം ഇനി 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരും. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ കറങ്ങി, പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതാ കുറച്ച് ഇളനീർ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ വെറുതെ നമ്മൾ അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. രസമുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അതില്ലാന്ന് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് എല്ലാം കൂടി നല്ലൊരു വൈബ് ഉണ്ടാകാമെന്നറിയില്ല. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ലൊരു ഹാപ്പി മൂഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടമായി ഈ ഒരു യാത്ര. ഈ ഒരു ഫുക്കറ്റിൽ ഞാൻ പറയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഛർദിയൊക്കെ എന്തായാലും അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി എന്നെ പോലുള്ളവർക്ക്. ഞാൻ നന്നായി ടയേർഡായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ലോണം എൻജോയ് ചെയ്യാനും പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൈഫിൽ നമ്മളൊരു പുതിയൊരു സ്ഥലം കാണാണ്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും തായ്ലൻഡിൽ പോയാൽ ഈ ഒരു യാത്ര ആരും മിസ് ചെയ്തരുത്. അത്ര രസമുണ്ടായിരുന്നു. അതിന് പിന്നെ വെറുതെ നമുക്ക് റീൽസ് എടുക്കാനൊക്കെ വേണ്ടി രസമുണ്ടായിരുന്നു. നല്ലൊരു വൈബ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കായിരുന്നു. ഇതാ അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ 2 സ്ഥലത്ത് സ്നോക്ലിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് സെക്കൻഡ് പ്ലേസ്. അപ്പോൾ ഇവിടെയും പൊന്നു ഇറങ്ങിയിരുന്നു.
I don't know really how to swim, but like I really want to do snorkeling, so I finally got an opportunity to finally do it. And then the best part is that I did my first snorkeling in such a world famous island, Fifi Island, and the water was like so clear and like it's so blue, and there were like these schools of fishes, and like I doubt if I saw baby shark, but then like they said you could see baby shark, and I saw one thing moving, and then like the other people were like kind of screaming when they saw it, but I wasn't really sure if that was baby shark, but I think that was a baby shark. And it was amazing. പിന്നെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സമാധാനം എന്താണെന്നറിയോ, നമ്മൾ ഫുൾ ടൈം ബോട്ടിലിരിക്കേണ്ട, ഇൻ ബിറ്റ്വീൻ നമ്മളിങ്ങനെ ഓരോ ഐലൻഡിലിങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ നടക്കാം. അപ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് എന്താ പറയാൻ, നമ്മുടെ ആ ഒരു എനർജിയൊക്കെ ഒന്ന് സെറ്റായി, ഒന്ന് കുറച്ച് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച്, അതുകൊണ്ട് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ ഫുൾ ടൈം ബോട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു വല്ലാണ്ട് ഒരു സുഖം കിട്ടില്ലല്ലോ. എന്തായാലും നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് നോർമലി എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ സ്വിമ്മിങ് അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നമ്മൾ ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നല്ല ഹെവി റെയിൻ വന്നു. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ നമ്മുടെ നല്ലൊരു ദിവസമായിരുന്നു. സത്യത്തിൽ നല്ല ടയർഡായിരുന്നു എന്ന് കൂടി പറയാം മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അവിടെയും ചെറുതല്ല അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വൈബ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masalama.